ജിതിൻ ദേവ്, ഈ അണ്ണാമല നടത്തിയ പ്രസംഗത്തോട് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം എത്രത്തോളം യോജിക്കുന്നുണ്ട്? ഇപ്പോൾ തമിഴ്നാടിന്റെ പ്രതിനിധിയായി അദ്ദേഹം വരുന്നു. അവിടെ അത്ര ക്ലച്ച് പിടിക്കാത്ത രാഷ്ട്രീയം ഇവിടെ പറഞ്ഞാൽ യേശുമെന്നുള്ളതാണോ? ഇവിടെ അദ്ദേഹം തീവ്രമായി പ്രതികരിക്കുകയാണ്. ഒരു നിരീശ്വരവാദിക്ക് ഭഗവത്ഗീതയിലെ നല്ല ഭാഗങ്ങൾ അത് സ്വാംശീകരിക്കാൻ പാടില്ല എന്നതാണോ? ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നിനെയും ദ്വേഷിക്കാത്തവരും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയവുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും സഹിക്കുന്നവനുമാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുമ്പോൾ അത് ശബരിമലയുടെ സന്ദേശം അതാണ് എന്നാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അത് ഒരു മുഖ്യമന്ത്രിക്ക്, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അങ്ങനത്തെ പ്രസംഗം നടത്താൻ അവകാശമില്ല എന്നെങ്ങനെയാണ് ബി.ജെ.പി. പറയുക? സ്മൃതി, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്ന ആശയം കമ്മ്യൂണിസമാണ്. അങ്ങ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധാത്മിക ഭൗതികവാദം പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ വൈരുദ്ധാത്മിക ഭൗതികവാദം ഒരു കാലത്തും ദൈവത്തെയോ ദൈവവിശ്വാസങ്ങളെയോ അംഗീകരിക്കുന്നതല്ല. നിരന്തരമായ ആശയ മത്സരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന മഹത്തായ ആശയം അത് വൈരുദ്ധാത്മിക ഭൗതികവാദം. അവിടെ ദൈവങ്ങളില്ല, വിശ്വാസങ്ങളില്ല, വിശ്വാസ പ്രമാണങ്ങളില്ല. അവരുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നതാണ്, ബാക്കി എല്ലാവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല ജിതിൻ ദേവ്. അതാണ് അവരുടെ ജീവിതത്തിൽ. അവിടെയാണ് സ്മൃതി നിങ്ങൾക്ക് തെറ്റുന്നത്. വൈരുദ്ധാത്മിക ഭൗതികവാദം മുൻപോട്ട് പറയുന്നവർ ചെയ്യേണ്ടത് എന്താണ്? ഭൗതികപരമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അത് വിശ്വാസിയായാലും സാധാരണ മനുഷ്യനായാലും. അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? അങ്ങയുടെ ടീമിലുള്ള ആരെങ്കിലും ആ ശബരിമലയിൽ പോയി നോക്കാൻ പറയൂ. അവിടെ ശബരിമലയിലെ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം അങ്ങേക്കുണ്ടോ? അവിടെ ഒരു കൂടുതൽ നല്ല സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയതെന്നാണല്ലോ സർക്കാർ പറയുന്നത്. അവിടെ എല്ലാം ആയി എന്നല്ലോ പറയുന്നത്, ഇനി എല്ലാം ആക്കണമെന്നാണല്ലോ പറയുന്നത്. ആ പദ്ധതിക്കല്ലേ അവിടെ പാനൽ ചർച്ച നടന്നത്, അതിനു വേണ്ടിയിട്ടല്ലേ 3 സെഷനുകൾ നടത്തിയത്. ആ സെഷന്റെ ഒക്കെ ആകത്തുക അങ്ങനെ പറഞ്ഞു കേൾപ്പിച്ച ഞാനൊന്ന് കേൾക്കട്ടെ. എന്റെ ആകെ തുകയെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്. ഒരു സെഷൻ നടക്കുമ്പോഴേക്കും അതിന്റെ ഫലം അങ്ങ് വരുമെന്നാണോ? എനിക്ക് ആ സെഷനുമായിട്ടുള്ള എന്റെ അഭിപ്രായമല്ലോ വിഷയം. അല്ലല്ല, അങ്ങ് ഉടനെ സെഷനിൽ നടന്ന ചർച്ചകളിലേക്ക് വരാതെ അണ്ണാമല പറഞ്ഞതിലേക്ക് വരൂ. അണ്ണാമല നടത്തിയിരിക്കുന്ന പ്രസംഗം അത് ശരിയാണോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അത് പറയൂ, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഭഗവത്ഗീതയിലെ നല്ല ഭാഗങ്ങൾ വായിക്കാൻ പാടില്ലേ? അതിന് നിങ്ങൾ തടയിടുമോ? അതാണ് അറിയേണ്ടത്. ഞങ്ങൾ യാതൊരു തടയില്ല. അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ അത് ഉത്തരം കേൾക്കുക. ഉത്തരം കേട്ടതിന് ശേഷം അങ്ങേക്ക് ഉപചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഉത്തരം പറയുമ്പോൾ അതിൽ കയറി ഇടപെട്ടിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അത് ചോദിക്കുന്നത് ശരിയല്ലെന്നൊരു അഭിപ്രായം എനിക്ക് അങ്ങനെയുണ്ട്. കാരണം ഞാൻ അങ്ങയുടെ ചർച്ചയിൽ വളരെ സൗമ്യനായും മര്യാദയായിട്ടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ആ ഒരു നീതി എന്നോടും കാണിക്കണം. ഒന്ന്, ശ്രീ അണ്ണാമല സൂചിപ്പിച്ചതിനകത്ത് യാതൊരു തെറ്റുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞല്ലോ, കൂടിയാലോചനയിലൂടെ ഞങ്ങൾ കണ്ടെത്തും. എന്നാണ് സാർ ഈ കൂടിയാലോചനകൾക്ക് മനസാക്ഷിയുണ്ട് അല്ലെങ്കിൽ മനസ്സുണ്ടെന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയത് സാർ? എനിക്ക് ചോദിക്കാനുണ്ട്. അവിടെ ഇന്ന് അനുസ്മരിച്ചു 2 വ്യക്തികൾ, ചന്ദ്രൻ ഉണ്ണിത്താനും ശ്രീ ശിവദാസൻ ആചാര്യയും. എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ജീവൻ കൊടുത്തതെന്ന് അങ്ങേക്ക് അറിയില്ലേ? നൂറുകണക്കിന് അയ്യപ്പ ഭക്തന്മാർക്കെതിരെ കേസെടുത്തവരല്ലേ നിങ്ങൾ? എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിഴയടച്ചാണ് ആ കേസ് തീർത്തത്. എന്റെ ഒരു ആവശ്യം വന്ന സമയത്ത് നൂറുകണക്കിന് അയ്യപ്പ ഭക്തർക്ക്, ആയിരക്കണക്കിന് അമ്മമാർക്കെതിരെ നിങ്ങൾ കേസെടുത്തില്ലേ? ഇങ്ങനെയെല്ലാം കാണിച്ച് അവിടെ 2019 ജനുവരി മാസം 2-ാം തീയതി നിങ്ങൾ യുവതീ പ്രവേശനം ആക്ടിവിസ്റ്റുകളെ ഉപയോഗിച്ച് നടത്തിയതിനു ശേഷം ശ്രീ പിണറായി വിജയൻ ചിരിച്ച ഒരു കൊലച്ചിരിയുണ്ട്. അത് കേരളത്തിലെയോ ഈ ലോകത്തെമ്പാടുമുള്ള ഒരു അയ്യപ്പ ഭക്തനും മറക്കാൻ സാധിക്കില്ല സാർ. പിന്നെ വൈരുദ്ധാത്മിക ഭൗതികവാദം എന്ന് പറയുക, പറഞ്ഞതിന് ശേഷം ആ ആശയത്തെ തള്ളി പറഞ്ഞുകൊണ്ട് വിശ്വാസ സംഘം സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാൻ തയ്യാറാകണം, ഞാൻ വിശ്വാസിയായി, എന്റെ മാർഗം വിശ്വാസത്തിന്റെ മാർഗമാണെന്ന് പറയാൻ പിണറായി വിജയൻ കേരളത്തിലെ ഒരു ആരാധനാലയത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു പരിപാടി നടത്തണമെങ്കിൽ ആ ഭരിക്കുന്ന നേതാവിന്, ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വിശ്വാസം ഉണ്ടാകണം എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് ശ്രീജിത്തിന്റെ? എവിടത്തെ ന്യായമാണ് ജിത്തിന്റെ? പിണറായി വിജയൻ വിശ്വാസിയാവുകയോ വിശ്വാസിയാകാതിരിക്കുകയോ ചെയ്യട്ടെ, അതിൽ നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടമൊന്നല്ല 2018 നടത്തിയത്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനെതിരെ നിങ്ങൾ നടത്തിയ സമരമൊന്നും സമാധാന സമരമൊന്നും ആയിരുന്നില്ല. അവിടേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വന്ന സ്ത്രീകളുടെ തലയിലേക്ക് വരെ തേങ്ങ എറിഞ്ഞിട്ടുള്ളവരാണ് നിങ്ങൾ, അല്ലേ? 52കാരി അവിടെ പ്രാർത്ഥിക്കാൻ കയറിയപ്പോഴാണ് വത്സൻ തില്ലങ്കേരി
നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് ഇന്നും തീവ്രപ്രസംഗം നടത്തി, അന്നും തീവ്രപ്രസംഗം നടത്തി അല്ലേ? അദ്ദേഹം ആചാരം ലംഘിച്ചല്ലോ, ഇരുമുടി കെട്ടില്ലാതെ 18-ാം പടി കയറിയല്ലോ. അതിലൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തുമാകാം. അല്ല, ഈ ചോദ്യം ചോദിച്ചിട്ട് പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുപടി പറഞ്ഞുകൊണ്ട് കേൾക്കാനുള്ള മനസ്സുള്ള അങ്ങ് കാണിച്ചാൽ മതി. എനിക്ക് വേറെ അങ്ങയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം. 2018 നടന്ന സമരം ഒരു വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസ സമൂഹം മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറായി. അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ആ വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും സാധിക്കില്ല. അന്ന് കണ്ടില്ലെന്ന് നടിച്ചതിന് പ്രായച്ചിത്തമാണോ ഇന്ന് ചെയ്താണ് ചോദിക്കുന്നത്. വോട്ട് ബാങ്കുകൾ ചോരുന്നു എന്ന് വരുമ്പോൾ, ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ചോർന്നു എന്ന് വന്നപ്പോൾ ഭൂരിപക്ഷ വോട്ട് കിട്ടുമോ എന്ന് പിണറായി വിജയൻ നടത്തിയ ടെസ്റ്റ് ഡോസ് ആണിത്. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അവിടെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് 7 കോടി രൂപ ചെലവാക്കിയിട്ട് വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആളില്ലാ സംഗമം സംഘടിപ്പിച്ചിട്ട് AI സംഗമമാണ്, AI ആണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് മാധ്യമങ്ങളെ ഉൾപ്പെടെ അടച്ചാക്ഷേപിക്കുന്ന നിലപാടിനെയാണോ നിങ്ങൾ പിന്തുണയ്ക്കുന്നത്? എന്താണ് യുവതി പ്രൊജക്ഷൻ ഇവരുടെ നിലപാട്? ശബരിമലയുടെ മാസ്റ്റർ പ്ലാന് വേണ്ടിയിട്ട് എന്ത് ചർച്ചയാണ് നടന്നത്? 182ഓളം വിദേശ പ്രതിനിധികൾ പങ്കെടുത്തു എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടല്ലോ. ആരൊക്കെയാണ് അവർ? പറയേണ്ടവർ. ഇന്ന് ശ്രീലങ്കയിൽ നിന്ന് ഡോക്ടർ ഋഷി സെന്തിൽ രാജ്, മുൻ മന്ത്രി ഉൾപ്പെടെ 40 വർഷമായി മല ചവിട്ടുന്ന ഒരു ശ്രീലങ്കൻ പ്രതിനിധി ഉൾപ്പെടെ ഇന്ന് ആ സംഗമത്തിൽ പങ്കെടുത്തു. നിങ്ങൾ കണ്ടില്ലേ? അപ്പോ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയും അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നത് ഇവരാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ശ്രീകുമാർ സാർ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ എന്താണ് ശബരിമല സംരക്ഷണ സംഗമത്തിന് വേണ്ടിയിട്ട് കളമൊരുക്കി കൊടുത്തു. സാർ, എല്ലാത്തിനും ഒരു നിമിത്തം ഉണ്ടാകും. ഞാൻ നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എല്ലാത്തിനും ഒരു നിമിത്തം ഉണ്ടാകും. ആ നിമിത്തമായിട്ട് മാത്രം കണ്ടാൽ മതി. പിന്നെ ചോദിക്കട്ടെ, അങ്ങ് പറഞ്ഞല്ലോ ഈ സമരം നടത്തിയ അങ്ങടക്കമുള്ള സമരം നടത്തിയെങ്കിൽ ഈ സമരത്തിന്റെ ഭാഗമായി നാമജപ ഘോഷയാത്ര, നേരത്തെ ശ്രീ ജയേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച കാര്യം, NSS എങ്ങനെയാണ് പ്രതിനിധിയെ വിടുന്നത്? NSS പ്രതിനിധി വിട്ടല്ലോ. നാമജപ ഘോഷയാത്ര നടത്താൻ തുടങ്ങിയ NSSന് ബോധ്യപ്പെട്ടല്ലോ ആഗോള അയ്യപ്പ സംഗമം. അപ്പോൾ അവരെയും നിങ്ങൾ കപടഭക്തരുടെ കൂട്ടത്തിലാണോ പെടുത്തുന്നത്? NSS ആ സംഗമത്തിൽ പങ്കെടുത്ത സമയത്ത് NSSന്റെ പത്രക്കുറിപ്പ് പുറത്തു വന്ന് അന്നും വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതു. അവർ ചില ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡുകൾ അവർ അന്നും വെക്കുന്നുണ്ട്, ഇന്നും വെക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെയൊന്നും അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഇനി ശ്രീകുമാർ സാർ പറഞ്ഞ ഒരു കാര്യത്തിനും കൂടെ മറുപടി പറയാതെ ഞാൻ പോകുന്നത് ശരിയല്ല. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നാമ്പുറങ്ങളിൽ, അടുക്കളപ്പുറങ്ങളിൽ പോയ ചരിത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വിശ്വാസികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ സംഘടിപ്പില്ല. അങ്ങ് പറഞ്ഞ ഒരു കാര്യം അത് ശരിയാണെന്ന് ഞാൻ പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ശ്രീ സ്മൃതി പരുത്തിക്കാട്, ഇവിടെ അവസരവാദ രാഷ്ട്രീയവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കളിക്കുന്നവർ ഇവരൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ ഇന്നലെയും അങ്ങയുടെ ചർച്ചയിൽ പറഞ്ഞത്. ഈ വോട്ട് ബാങ്ക് CPM അവരുടെ ആശയ സംഹിതയെ ഉൾപ്പെടെ തള്ളിപ്പറയാൻ ഞങ്ങൾ ഹിന്ദുത്വ പാർട്ടിയല്ലേ? സ്മൃതി പരുത്തിക്കാടിന്റെ ഭാഷയിൽ ഉൾപ്പെടെ ഞങ്ങൾ ഹിന്ദുത്വ പാർട്ടിയല്ലേ? ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഒരു ഹിന്ദുത്വ പാർട്ടിയാണെന്നല്ലേ അങ്ങ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഞങ്ങൾ അത് തള്ളി പറയുന്നില്ലല്ലോ. നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതിയെന്നേ. നിങ്ങൾ പറയുന്നു പറയേണ്ട കാര്യമില്ല, നിങ്ങളും അത് തന്നെയാ പറയുന്നത്. ഞങ്ങൾ തെള്ളി പറയുന്നില്ലല്ലോ. അതിന് ഹിന്ദുത്വത്തിന്റെ ഒരു ഡെഫിനേഷൻ ഒക്കെ ഉണ്ട്. മാഡം ആ സുപ്രീം കോടതി വിധിയൊക്കെ എടുത്ത് പരിശോധിക്കട്ടെ. അപ്പോൾ മാഡത്തിന് അതൊക്കെ മനസ്സിലാവും. ഹിന്ദുത്വവും ഹിന്ദു മതവും കൂടെ എല്ലാം കൂടെ ചേർക്കണ്ട. തിരിച്ചെത്താം മാഡം. Debate with Smriti Parittikad.